ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്പോൾ ഞാൻ IPC അടിമാലി ടൗണിനടുത്തുള്ള സഭയിൽ ആരാധന കഴിഞ്ഞ ശേഷം ചെറിയൊരു മെസ്സേജ് സംസാരിപ്പാൻ താല്പര്യപ്പെടുകയാണ്. മിസ്പ ബൈബിൾ കോളേജിൽ പഠിച്ച CT ബെന്നി പാലക്കാട്, അദ്ദേഹം കുടുംബമായിട്ട് അടിമാലിയിലെ ടൗണിനോട് ചേർന്ന്, വളരെ മനോഹരമായ ഒരു ടൗണാണ് അടിമാലി, അതിനോട് ചേർന്നുള്ളതായ ഒരു ആരാധനാലയമാണ് അടിമാലി IPC കർമ്മേൽ സഭ. ഞാൻ ഈ സാത്താൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നു. സാത്താൻ ഒന്നാമതേ നമ്മളെ ഇഷ്ടമില്ലല്ലോ, പിന്നെ സാത്താൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളെ. ഒന്ന്, പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്നു. യേശു ക്രിസ്തു മാത്രമാണ് മാനവജാതിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. അടുത്ത ചില ആഴ്ചകൾക്ക് മുമ്പേ മാർപ്പാപ്പ ലോകത്തോട് പറഞ്ഞു, മറിയം രക്ഷക അല്ല, മറിയത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അദ്ദേഹം പറഞ്ഞു. അത് തന്നെ അടുത്ത ഒരു കത്തോലിക്ക ആരാധനാലയത്തിലെ അദ്ദേഹം സ്പഷ്ടമായിട്ട് പറഞ്ഞു, യേശു ക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ. ഒന്നാമത് ഞാൻ പറഞ്ഞത്, പിതാവിന്റെ വലത്തുഭാഗത്തെ മാനവജാതിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, കർത്താവിങ്കിലേക്ക് വരുന്നതിന് വേണ്ടി. റോമാലേഖനം 8-ാം അധ്യായം 34-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും മനുഷ്യർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും കഴിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്നു. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ 1 തിമോത്തി 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഇവിടുത്തെ സഭയിലെ പാസ്സായിരിക്കുന്ന ബെന്നി CT ഇപ്പോൾ വായിക്കുന്നതായിരിക്കും. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവില എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ലോകത്തിലുള്ള സകല മാനവജാതിക്ക് വേണ്ടി തന്റെ രക്തത്താൽ മാനവജാതി രക്ഷിപ്പാൻ കഴിവുള്ള ഏക കർത്താവാണ് യേശു ക്രിസ്തു. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്, പിതാവിന്റെ വലത്ത് ഭാഗത്തിന് പക്ഷപാതം ചെയ്യുന്നു. സാത്താന് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. അവിടെ ക്രൈസ്തവരായിരിക്കുന്ന ഒത്തിരി ആളുകൾ ഒരുപാട് മധ്യസ്ഥന്മാരെ വെച്ചിട്ടുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾക്ക്, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക്, ശത്രു സംഹാര കാര്യങ്ങൾക്ക്, അങ്ങനെ ഒരുപാട് മധ്യസ്ഥന്മാരെ വെച്ചിട്ടുണ്ട്. അത് പിശാചിന് വലിയ ഇഷ്ടമാണെങ്കിലും വചനം വിരുദ്ധമാണ്. രണ്ടാമത്തെ കാര്യം, യേശുവിന്റെ രക്തത്താൽ മാത്രമേ വീണ്ടെടുപ്പുള്ളൂ. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഇപ്പോൾ വായിക്കും. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന്, വ്യർത്ഥമായതും പാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് ഒരു വസ്തു കൊണ്ടും പറ്റിയേല, ഒരു വിലയേറിയ രക്തം കൊണ്ടും പറ്റിയേല. പൊന്ന്, വെള്ളി മുതലായ ഇതെല്ലാം അഴിഞ്ഞു പോകും. അതാ വിഷയം. ഇതെല്ലാം അഴിഞ്ഞു പോകും. അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടും മാത്രമാണ്. രണ്ടാമത്തെ ഭാഗം, സാത്താൻ ഇഷ്ടപ്പെടാത്ത ഏറ്റവും മണക്കുള്ള കാര്യമാണ് യേശുവിന്റെ രക്തത്താൽ മാനവജാതിക്ക് വീണ്ടെടുപ്പ്. ഒരിക്കൽ ഒരു വലിയ രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ, അദ്ദേഹം ജനലക്ഷങ്ങൾ വിളിച്ചു പറഞ്ഞു, വിദേശത്തെ അല്ലെങ്കിൽ ഇസ്രായേലിൽ ഒരു യഹൂദൻ മരിച്ചതുകൊണ്ട് ഇന്ത്യക്കാരായ നമുക്ക് എന്താവശ്യം? അദ്ദേഹത്തിന് അത്രേ അറിയുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ മൂന്നാമത്തെ ഭാഗത്തോടുകൂടി ഈ ചെറിയ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. യേശുവിന്റെ മടങ്ങി വരവ്. സാത്താൻ ഏറ്റവും വിരോധമുള്ള മൂന്നാമത്തെ കാര്യമാണ്
യേശുവിന്റെ മടങ്ങി വരവേ. എന്താണ് യേശുവിന്റെ മടങ്ങി വരവേ? തന്റെ രക്തത്താൽ വീണ്ടെടുത്തിരിക്കുന്ന തന്റെ തിരുസഭയെ ചേർക്കുവാൻ യേശു വരുമെന്ന് പറയുന്നത് പിശാചിനെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. 1 തെസ്സലോനി 4-ാം അധ്യായം 16-ാമത്തെ വാക്യം പാസ്റ്റർ വായിച്ചേ. 1 തെസ്സലോനി 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അടുത്തത്, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം എന്ന് പറയുന്ന ദൈവമക്കൾ അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്നിട്ട് പൗലോസ് പറയുന്നത്, ഇങ്ങനെ നിങ്ങൾ അന്യോന്യം ആശീർവദിച്ചുകൊള്ളുവീൻ. അവിടെ ആ തെസ്സലോനിക്ക സഭയിലെ ജാതീയ ഭാഗത്തു നിന്ന് കടന്നു വന്നപ്പോൾ ഓരോരുത്തരും മരണം സംഭവിച്ചപ്പോൾ അവർക്ക് വിഷമമുണ്ടായപ്പോൾ അവർക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിലെ സമസ്ത മനുഷ്യർക്കും വേണ്ടിയും അതിനകത്ത് ദൈവമക്കൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനം. ഈ 3 കാര്യങ്ങൾ സാത്താൻ ഏറ്റവും മണക്കാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് മാനവജാതിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ കാര്യം സാത്താന് പിണക്കാണ്. 2, യേശുവിന്റെ രക്തത്താൽ മാത്രമേ വീണ്ടെടുപ്പുള്ളൂ എന്ന് പറയുന്നത് അവനോട്ടും ഇഷ്ടമല്ല. 3-ാമത്തേത് അല്പം പോലും താല്പര്യമില്ല. എന്താണ്? യേശുവിന്റെ മടങ്ങിവരവേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ലോക സംഭവം വിളിച്ചു പറയുന്നു, യേശു വരാറായി. പോകുവാൻ തയ്യാറാകുക. ദൈവം